വെൽക്കം ടു കാസോൺ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് എക്സ് പാർട്ടി ഡിഗ്രി എന്ന് പറയുന്നത്. സിവിൽ പ്രൊസീജിയർ കോഡ് 1908 എക്സ് പാർട്ടി ഡിഗ്രി എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എക്സ് പാർട്ടി ഡിഗ്രി, ഏത് ഓർഡറിലാണ്, ഏത് റൂളിലാണ് ഈ പറയുന്ന എക്സ് പാർട്ടി ഡിഗ്രീനെ പറ്റി പറയുന്നത്, അതുപോലെ തന്നെ എക്സ് പാർട്ടി ഡിഗ്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓർഡർ 9 എക്സ് പാർട്ടി ഡിഗ്രി, ഓർഡർ 9 റൂൾ 6 എക്സ് പാർട്ടി ഡിഗ്രീനെ പറ്റി പറയുന്നത്. സി പി സിയിൽ നമുക്കറിയാം സെക്ഷൻസ് ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്. ഓർഡേഴ്സിൻ്റെ അകത്ത് ഓരോ റൂൾസായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്, പിന്നെ ഷെഡ്യൂളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സി പി സിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ആയിട്ടാണ്. സെക്ഷൻസിലും പല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് ഇൻഡെപ്ത് കാര്യങ്ങൾ ഓർഡറിലാണ് വരുന്നത്. ഓരോ ഓർഡറും ഓരോ സ്പെസിഫിക് മാറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അതിനകത്ത് റൂളുകളിലായിട്ടാണ് ഓരോരോ റൂളായിട്ട് ഓരോരോ കാര്യങ്ങളായിരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. അപ്പം ഓർഡർ 9 എന്ന് പറയുന്നത് അപ്പിയറൻസ് ഓഫ് പാർട്ടീസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് നോൺ അപ്പിയറൻസ്. പാർട്ടീസിനോട് കോടതിയുടെ മുന്നിൽ അപ്പിയർ ചെയ്യാൻ പറയുന്നതും എന്ത് ചെയ്യുന്നില്ല, കോടതിയുടെ മുന്നിൽ പാർട്ടീസ് അപ്പിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഒക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന ഓർഡർ 9 പറയുന്നത്. അപ്പം എക്സ് പാർട്ടി ഡിഗ്രി എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്, കോടതിയിൽ വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു കോൺസിക്വൻസസ് ആയിട്ടാണ് എക്സ് പാർട്ടി ഡിഗ്രി തന്നെ കോടതി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഓർഡർ 9 അപ്പിയറൻസ് ഓഫ് പാർട്ടീസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് നോൺ അപ്പിയറൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓർഡർ 9 റൂൾ 6 എക്സ് പാർട്ടി ഡിഗ്രീനെ പറ്റി പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ റൂൾ 6(1)(a) എന്താണെന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്താണ് എക്സ് പാർട്ടി ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കോടതിയിൽ ഒരു പ്ലെയിൻറ്റ് ഫയൽ ചെയ്ത്, അതായത് നമ്മുടെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. അത് പ്ലെയിൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പ്ലെയിൻറ്റ് ഫയൽ ചെയ്തു. പ്ലെയിൻറ്റ് ഫയൽ ചെയ്തതിന് ശേഷം കോടതി ഈ പറയുന്ന ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യും, മേക്ക് ചെയ്യും. ഫ്രെയിമിംഗ് ഓഫ് ഇഷ്യൂസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. അവിടെ ഇഷ്യൂസ് എല്ലാം ഫ്രെയിം ചെയ്യും. അതിനുശേഷം സമ്മൺസ് എന്ത് ചെയ്യും, പാർട്ടീസിന് അയക്കും. സമ്മൺസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പാർട്ടിയോട് ഇന്ന സമയത്ത് ഇന്ന കേസിൻ്റെ ഭാഗമായിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് പോലെയാണ് അയക്കുന്നത്. അതിനാണ് നമ്മൾ സമ്മൺസ് എന്ന് പറയുന്നത്. സമ്മൺസ് അയക്കുന്നു. സമ്മൺസ് അയച്ചിട്ട് കോടതിയുടെ മുന്നിൽ പാർട്ടീസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ആ പ്രൊസീജിയറാണ് നമ്മുടെ ഈ നോൺ അപ്പിയറൻസും അതിൻ്റെ കോൺസിക്വൻസസും ആയിട്ട് റൂള് 6 പറയുന്നത്. അപ്പം പാർട്ടീസ് അപ്പിയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അപ്പിയർ ചെയ്യുന്നില്ല. ഏത് പാർട്ടി എപ്പോൾ അപ്പിയർ ചെയ്യാതെ വരുമ്പോഴാണ് ഒരു എക്സ് പാർട്ടി ഡിഗ്രി കോടതി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പ്ലെയിൻറ്റിഫും ഡിഫെൻഡൻറ്റും ആരാണെന്നുള്ളത് അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പം പ്ലെയിൻറ്റ് കൊടുക്കുന്ന വ്യക്തിനെ നമ്മൾ പ്ലെയിൻറ്റിഫ് എന്നാണ് പറയുന്നത്. ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണോ നമ്മൾ ഈ പറയുന്ന പ്ലെയിൻറ്റ് ഫയൽ ചെയ്യുന്ന അദ്ദേഹത്തെ ആയിരിക്കും നമ്മൾ ഡിഫെൻഡൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഡേറ്റ് ഹിയറിങ്ങിന് വേണ്ടി ഫിക്സ് ചെയ്തു. ആ ഡേറ്റിൽ കോടതിയിൽ പ്ലെയിൻറ്റിഫിനോടും ഡിഫെൻഡൻറ്റിനോടും ഹാജരാവാൻ കോടതി പറയും. അന്നേ ദിവസം പ്ലെയിൻറ്റിഫ് ഹാജരാവുകയും ഡിഫെൻഡൻ്റ് ഹിയറിങ്ങിൻ്റെ ഡേറ്റിൽ ഹാജരാവുന്നും ഇല്ല. ഇങ്ങനെ ഡിഫെൻഡൻറ്റ് ഹാജരായില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ കോടതി ഒരു കാര്യം നോക്കും, ഡ്യൂലി സമ്മൺസ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നോ. അതായത് കറക്റ്റായിട്ട് കോടതിയിൽ സിവിൽ പ്രൊസീജിയർ കോഡ് പറയുന്ന പ്രകാരം ഈ പറയുന്ന ഡിഫെൻഡൻറ്റിന് സമ്മൺസ് കോടതി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നോ. അതായത് കോടതി എന്ന് പറയുമ്പോൾ കോടതിയുടെ സ്റ്റാഫ്സ് വഴി സമ്മൺസ് ഇഷ്യൂ ചെയ്യും. അത് ചിലപ്പോൾ പ്ലെയിൻറ്റിഫ് തന്നെ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് കൊണ്ട് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പോസ്റ്റൽ. അതൊക്കെ പല പ്രൊസീജിയറാണ്. അതേതും ആയിക്കോട്ടെ, ഏത് രീതിയിലും ആയിക്കോട്ടെ, അങ്ങനെ ഈ പറയുന്ന സമ്മൺസ് ഡിഫെൻഡൻറ്റിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കോടതിക്ക്, ഡ്യൂലി സെർവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കോടതിക്ക് ഉറപ്പാവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യും, ഡിഫെൻഡൻറ്റിൻ്റെ സൈഡ് കേൾക്കാതെ തന്നെ നമ്മൾ പ്ലെയിൻറ്റിഫിന് ഫേവറായിട്ട് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യും. ഡിഗ്രി എന്ന് പറയുമ്പം DECREE, ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന് നമ്മൾ പറയും. ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ അല്ലെങ്കിൽ പാർട്ടിനാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും തോന്നുന്നു മനസ്സിലാക്കാൻ.
അപ്പം നമ്മുടെ സ്വത്ത് തർക്കത്തിൽ എയും ബിയും തമ്മിലുള്ള സ്വത്ത് തർക്കമായിരുന്നു. എക്കാണ് ഓർഡർ കിട്ടിയതെന്ന് പറഞ്ഞാൽ എയുടെ ഫേവറിലാണ് ഓർഡർ കിട്ടിയത്. എക്ക് ഫേവറിൽ കിട്ടിയ ഓർഡറിലെ ഡിഗ്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി എയുടെ ആണെന്ന് കോടതി കണ്ടെത്തി. അതുകൊണ്ട് ഈ പറയുന്ന ബിയുടെ കയ്യിലാണ് നിലവിലായി പറയുന്ന പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ബി അത് എക്ക് കൈമാറണം, ഇന്ന ദിവസം അത് കൈമാറണം. പോലീസിൻ്റെ എന്തെങ്കിലും ഹെൽപ്പോ അസിസ്റ്റൻസോ വേണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്ന് പറയാം, അങ്ങനെ വിനിയോഗിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്ലോസ് ഉണ്ടാകും. അതാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഓർഡറിലെ ആ ഒരു പോർഷനാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. എനിവേ അങ്ങനെ ഓർഡറും ഡിഗ്രിയൊക്കെ കൊടുക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻഡൻറ്റ് ഹാജരാവാത്തത് കൊണ്ട് പ്ലെയിൻറ്റിഫിൻ്റെ ഫേവറിൽ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ വരുമ്പം എക്സ് പാർട്ടി ഡിഗ്രി എന്നാണ്. അതായത് എന്താണ്, ഡിഫൻഡൻ്റ് ഇല്ലാതെയാണ് നമ്മൾ ഡിഫൻഡൻ്റ് സൈഡൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ എക്സ് പാർട്ടി ഡിഗ്രി എന്നുള്ള പേരിൽ അതിനെ അറിയപ്പെടുന്നത്. പ്ലെയിൻറ്റിഫിനെ മാത്രം കേട്ടതിന് ശേഷം ഒരു ഡിഗ്രി എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. എന്നാൽ സമ്മൺസ് ഒന്നും ഡ്യൂലി സെർവ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എക്സ് പാർട്ടി ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നതല്ല. സമ്മൺസ് ഡ്യൂലി സെർവ്ഡ് ആണെന്നുള്ള കാര്യം കോടതി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പ്ലെയിൻറ്റിഫ് എന്ന് ഹാജരാവുന്നു, ഡിഫൻഡൻ്റ് എന്ന് ഹാജരാവുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എക്സ് പാർട്ടി ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് കോടതി, കേട്ടോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോടതിക്ക് വേണമെങ്കിൽ ഈ എക്സ് പാർട്ടി ഡിഗ്രി കൊടുത്താൽ മതി, ഉറപ്പായിട്ടും ഒരു എക്സ് പാർട്ടി ഡിഗ്രി പ്രൊവൈഡ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. സെക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത് മേ എന്നുള്ളതാണ്. അപ്പം വേണമെങ്കിൽ കോടതിക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഷാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് വരുന്നുള്ളൂ, മേ ആയതുകൊണ്ട് കമ്പൽസറി അല്ല. അതുപോലെ ഇനി ഡ്യൂലി സെർവ് ചെയ്തിട്ടില്ല, ഈ പറയുന്ന സമ്മൺസ് ഡ്യൂലി സെർവ് ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതിക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ പറയുന്ന സമ്മൺസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം, ഓർഡർ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി കോടതിയിൽ ഓൾറെഡി ഇങ്ങനെ ഒരു എക്സ് പാർട്ടി ഡിഗ്രി കോടതി പ്രൊവൈഡ് ചെയ്തു പ്ലെയിൻറ്റിഫിന്. ഡിഫൻഡൻറ്റിനൊരു റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ഇന്നേ ദിവസം എന്താണ് കോടതിയിൽ ഹാജരാവാൻ പറ്റാഞ്ഞതിന്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രൊവൈഡ് ചെയ്ത എക്സ് പാർട്ടി ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോടതിയിൽ ചെല്ലാനായിട്ട് സാധിക്കും. അങ്ങനെ ചെല്ലാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓർഡർ 9 റൂൾ 13 ആണ്. അതിനകത്ത് പറയുന്നുണ്ട് സെറ്റിംഗ് അസൈഡ് ഡിഗ്രി എക്സ് പാർട്ടി എഗെയിൻസ്റ്റ് ഡിഫൻഡൻ്റ്. അതായത് ഡിഫൻഡൻ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് എക്സ് പാർട്ടി ഡിഗ്രി കൊടുത്തത് സെറ്റിംഗ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൻഡൻറ്റ് കോടതിയിൽ ചെല്ലാനായിട്ട് പറ്റും. അങ്ങനെ ചെല്ലാനായിട്ട് പറ്റുന്ന സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കോടതി വിചാരിക്കുന്നത് ഡ്യൂലി സമ്മൺസ് സെർവ് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഡിഫൻഡൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണ് ഡ്യൂലി സമ്മൺസ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ സമ്മൺസ് സെർവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സമ്മൺസ് സെർവ് ചെയ്തതിന് ശേഷം ഒരു റീസണബിൾ ടൈം ഇല്ലായിരുന്നു ഈ പറയുന്ന കോടതിയിൽ ഹാജരാവാൻ വേണ്ടിയിട്ടുള്ളൊരു ആവശ്യമായ ഒരു ടൈം പീരീഡ് ഡിഫൻഡൻറ്റിന് കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി എക്സ് പാർട്ടി ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. റീസണബിൾ ആയിട്ടുള്ളൊരു ടൈം ഇല്ലായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് നമ്മളെ പ്രിവെൻറ്റ് ചെയ്തു, നമുക്ക് ആ ടൈം പീരീഡിനുള്ളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, നമ്മളിങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, prevented by any sufficient cause from appearing when the suit was called on for hearing. ഹിയറിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഈ സഫിഷ്യൻ്റ് ആയിട്ടുള്ള കോസ് കാരണം എന്ത് ചെയ്തു, അയാൾക്ക് അവിടെ എത്താനുള്ള ഒരു പ്രിവെൻറ്റ് ചെയ്തു, നമുക്കവിടെ എത്താൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി. അത് ചിലപ്പോൾ റീസണബിൾ ആയിട്ടുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അന്ന് അപ്പോയിൻ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസോ കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ഒഫീഷ്യലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏത് കോടതിയാണോ ഈ പറയുന്ന എക്സ് പാർട്ടി ഡിഗ്രി കൊടുത്തത് ആ കോടതിയിൽ തന്നെ വേണം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ. കോടതിക്ക് ഡിഫൻഡൻറ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സ് പാർട്ടി ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ കൊടുക്കാനും നമ്മുടെ കോടതിക്ക് സാധിക്കും. ഇങ്ങനെ സെറ്റിംഗ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് എക്സ് പാർട്ടി ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും കോടതി ഉറപ്പായിട്ടും ഈ പറയുന്ന ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഷാളാണ്, അതുകൊണ്ട് കമ്പൽസറി ആണ്. ഏത് 2 ഗ്രൗണ്ട്സ്, ഫസ്റ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡ്യൂലി സമ്മൺസ് സെർവ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തെ ആ ദിവസം
അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്തു. അതായത് അയാൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. ഈ രണ്ടിലേതെങ്കിലും ഒരു കാര്യം കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യണം? സെറ്റ് അസൈഡ് ചെയ്യണം ഈ എക്സ് പാർട്ടി ഡിഗ്രി എന്നുള്ളതാണ് റൂൾ 13 പറയുന്നത്. അതുപോലെ അങ്ങനെ പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റും കാര്യങ്ങളൊക്കെ കോടതിയിൽ അടയ്ക്കും, അല്ലെങ്കിൽ പ്ലെയിൻറ്റിഫിന് കൊടുക്കും. അങ്ങനെയുള്ള പ്രൊവിഷൻസൊക്കെ കോടതിക്ക് മേക്ക് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു ദിവസം എന്നാണോ ഡിഫൻഡൻറ്റിനും കൂടി വരാൻ പറ്റുന്നൊരു ദിവസം നോക്കി പ്ലെയിൻറ്റിഫിനോടുകൂടി ചോദിച്ചിട്ട് കോടതി എന്ത് ചെയ്യും? വേറൊരു ദിവസം ഫിക്സ് ചെയ്യും. ആ ഡേറ്റിലായിരിക്കും പിന്നെ ബാക്കി ഹിയറിംഗ് ഒക്കെ പ്രൊസീഡ് ചെയ്യുക. അപ്പം ഡിഫൻഡിൻ്റെ ഡിഫൻസ് സൈഡും കാര്യങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്ത് വന്ന് പറയാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ എക്സ് പാർട്ടി ഡിഗ്രി എന്ന് പറയുന്നത്. ഓർഡർ 9 റൂൾ 6 13 പറയുന്നത്. റൂൾ 6 എന്താണ് എക്സ് പാർട്ടി ഡിഗ്രി, ഏത് സിറ്റുവേഷനിലാണ് എക്സ് പാർട്ടി ഡിഗ്രി കൊടുക്കുന്നത് എന്നുള്ളതും, റൂൾ 13 ഒരു എക്സ് പാർട്ടി ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എക്സ് പാർട്ടി ഡിഗ്രീനെ സെറ്റ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ള റൂൾ 13 പറയുന്നു. എന്താണ് എക്സ് പാർട്ടി ഡിഗ്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫൻഡൻറ്റിൻ്റെ സൈഡ് കേൾക്കാതെ നമ്മൾ കോടതി എന്ത് ചെയ്യുന്നു? സമ്മൺസ് അയച്ച് ഹിയർ ചെയ്യാൻ പറഞ്ഞ ഡേറ്റിൽ കോടതിയിൽ ഡിഫൻഡൻറ്റ് അപ്പിയർ ചെയ്യാത്തത് കൊണ്ട് ഡിഫൻഡൻറ്റ് സൈഡ് കേൾക്കാതെ പ്ലെയിൻറ്റിഫിൻ്റെ സൈഡ് കേട്ടതിന് ശേഷം ഒരു ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് എക്സ് പാർട്ടി ഡിഗ്രി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം കാസോൺ.